കണ്ണൂർ അടുത്തിലയിലെ ദിവ്യയുടെ മരണത്തിൽ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറി ഉത്തരവിറങ്ങി. പോലീസ് അന്വേഷണത്തിലെ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടി ദിവ്യയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മരണത്തിലെ ദുരൂഹതകൾ തെളിവ് സഹിതം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുകൊണ്ടുവന്നത്. 2024 ജനുവരി 25-നാണ് SBI ജീവനക്കാരിയായ കണ്ണൂർ അടുത്തില സ്വദേശി ദിവ്യയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ദിവ്യയുടെ അച്ഛൻ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ സംഭവത്തിന്റെ പിറ്റേ ദിവസം തന്നെ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്ന വ്യക്തമായ തെളിവുകൾ സഹിതം റിപ്പോർട്ടർ TV വാർത്ത നൽകിയപ്പോഴാണ് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമായത്. സംഭവം നടക്കുന്നതിന്റെ തലേദിവസം രാത്രി അമ്മയെ നിർബന്ധിപ്പിച്ച് അച്ഛൻ ഗുളിക കഴിപ്പിച്ചിരുന്നതായി മകന്റെ മൊഴിയും സുഹൃത്തുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഗാർഹിക പീഡനത്തിന്റെ തെളിവുകൾ സഹിതമുള്ള വിവരങ്ങളും റിപ്പോർട്ടർ TVയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതുതന്നെയാണ് ഈ കേസിൽ നിർണായക വിവരങ്ങളായി മാറിയതും. കേസ് അന്വേഷിച്ച പഴയങ്ങാടി CIക്ക് അന്വേഷണത്തിൽ സംഭവിച്ച ഗുരുതരമായ പിഴവ് ചൂണ്ടിക്കാട്ടി ദിവ്യയുടെ പിതാവ് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ഉത്തരവിറക്കിയത്. പയ്യന്നൂർ ഡിവൈഎസ്പിക്കാണ് പുതിയ അന്വേഷണ ചുമതല. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനും ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകാനുമാണ് ഉത്തരവ്. ഗാർഹിക പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ കേസിൽ ചുമത്തിയേക്കും. ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.